അനു ഹായ്. മൊബൈലൊക്കെ പിടിച്ചിട്ട് ചുമ്മാ രസം എന്തോട്ട് വിശേഷമൊക്കെ? ഒന്നുമില്ല, അമ്പലത്തിലൊക്കെ പോയിട്ട് നിൽക്കും. അറിയണ്ട, ശരിക്കും നമ്മളങ്ങനെ ആരെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തൊന്നുമല്ല. ഞാൻ പോലും എനിക്ക് സ്റ്റേജിൽ വെച്ച് കൊടുക്കണ്ട, ഞാൻ അകത്തുനിന്ന് കൊടുത്തോളാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെയും ഈ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനെ ഞാൻ അവിടെ കണ്ടു. എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഹായ്, നമസ്കാരം. സമതാണ് വില്ലേജ് വാർത്തയിൽ നിന്നും. കമ്മൂഞ്ചേരിയിലാണ്, നാട്ടിലാണ്, സ്വന്തം നാട്ടിലാണ്. അപ്പോൾ ഇത് ആറ് വീടാണെന്നറിയോ? നമ്മുടെ നടി അനുശ്രീയുടെ വീടാണ്. അനു ഹായ്. അതെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് വൈറലായിട്ട് ഇവിടെ വിളിച്ചിരിക്കുക. എന്തുകൊണ്ട്? മൊബൈലൊക്കെ പിടിച്ചിട്ട് ചുമ്മാ രസം എന്തോട്ട് വിശേഷമൊക്കെ? ഒന്നുമില്ല, അമ്പലത്തിലൊക്കെ പോയിട്ട് നിൽക്കും. പോയിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാണത്. എന്താ പറയാ? സമതേട്ടൻ രാവിലെ മൊബൈലൊക്കെ പിടിച്ച് എന്നാലും പറയാം. അതെന്തയോ പറയുന്നത്, അത് അന്ന് എല്ലാരും വീഡിയോയിൽ കണ്ട ഇൻസിഡന്റ് തന്നെയാണ്. ഞങ്ങളൊരു ഇനാഗുറേഷന് പോയതാണ്, നമ്മുടെ SM സിൽക്സിന്റെ ഇനാഗുറേഷന് പോയി. അവിടുന്ന് ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. ലക്കി ഡ്രോയിന്റെ നമ്പർ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്ന അങ്കിള് നമുക്ക് ഗിഫ്റ്റ് അടിക്കണേന്നുള്ളൊരു പ്രാർത്ഥനയിൽ നിന്നോണ്ടായിരിക്കും അങ്കിള് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്കിളിന്റെ ഡിജിറ്റിന് സാമ്യമായിട്ടൊരു ഡിജിറ്റാണ് നമ്മൾ ലക്കി ഡ്രോയിൽ എടുത്തത്. അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചത് പുള്ളിക്കാരന്റെ നമ്പറാന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ വന്നു. അല്ല, അത് അത് കഴിഞ്ഞു, നമ്മൾ അങ്ങനെയൊക്കെ ആയി, നമ്മൾ പോരുന്നു. നമ്മൾ പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അതന്നെ ഞാൻ ചോദിച്ചത്, എന്താ ഇവിടെ എന്നുള്ളത് ചോദിച്ചത്. പക്ഷെ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ അതിനെ പറ്റി പറയാനുള്ളത്. കുറെ ഇന്റർവ്യൂവിന്റെ ആൾക്കാരെ വിളിച്ചു. ഞാൻ പറഞ്ഞു അതങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല എനിക്ക്. അന്നേരം അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സങ്കടം തോന്നി. എനിക്ക് ഒത്തിരി ഈ 2 ദിവസങ്ങളിൽ ഒരുപാട് മെസ്സേജും കോളും വരുന്നുണ്ട്. അതിൽ വരുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, അയ്യോ ആ പുള്ളിക്കാരനെ കാണുമ്പം നമുക്ക് തന്നെ സങ്കടം വരുന്നു എന്ന്. അപ്പൊ അത് ഒരു വീഡിയോയിൽ കൂടി കാണുമ്പോഴത്തേക്ക് അത്രയും സങ്കടം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് കണ്ട എനിക്ക് എന്ത് സങ്കടം വരും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം ഞാൻ പുള്ളി കടന്നു വന്നിട്ട് അല്ലെങ്കിൽ എനിക്കാണ് സമ്മാനം കിട്ടുന്നത് എന്ന് എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് അല്ലാന്നറിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ശരിക്കും അതിൽ കുറേ ആൾക്കാരെ കമന്റ് ചെയ്തിരിക്കുന്നത് പോലെ എൻ്റെ ഒരു അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ അപ്പോൾ വിചാരിക്കുക. അയ്യോ ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സങ്കടം അതങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ നെഞ്ചിങ്ങനെ ഇടിക്കുന്ന ഒരു വേദനയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, നമ്മുടെ SM സിൽക്സിന്റെ ഓണർ സന്തോഷ് ചേട്ടനും പുള്ളിക്ക് പറ്റുന്ന പോലത്തെ ഒരു ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതിനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ കാണുകയോ അറിയണ്ട, ശരിക്കും നമ്മളങ്ങനെ ആരെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തൊന്നുമല്ല. ഞാൻ പോലും എനിക്ക് സ്റ്റേജിൽ വെച്ച് കൊടുക്കണ്ട, ഞാൻ അകത്തുനിന്ന് കൊടുത്തോളാം എന്നാണ് ഞാൻ